ഡോങ്ചു ഒരു കാർ ഓടിച്ചു പോകുമ്പോഴത്തേക്കും പിന്നിൽ നിന്ന് വരുന്ന മറ്റൊരു കാറ് ഡോങ്ചുവിന്റെ കാറിനിട്ട് ഇടിക്കുന്നതായിട്ടൊരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ഡോങ്ചു എണീക്കുന്നത്. ഇപ്പോൾ അവൻ ഉള്ളത് ആ ഒരു ഫിഷർമാന്റെ വീട്ടിലൊക്കെ ആയിരുന്നു. അങ്ങനെയിരിക്കെ അവൻ കണ്ണു തുറന്ന് ഫിഷർമാനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അയാളും അവനെ ഇഞ്ചക്ഷൻ ചെയ്ത് ഉറക്കുകയാണ്. ചെയർമാൻ സെക്രട്ടറി അറിയാതെ മദ്യം കുടിക്കുവാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ഈഡോ അവിടെ ഇരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ചെയർമാൻ ഈഡോനോട് സംസാരിക്കുന്നു. പക്ഷെ അങ്ങനെ സംസാരിച്ച ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്ന സെക്രട്ടറിയും ഇപ്പോൾ വന്നിട്ട് ചെയർമാൻ ചായനെ കൈയോടെ പിടിച്ചിട്ട് മദ്യമൊന്നും കൊടുക്കാതൊക്കെ ഇരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഈഡോ ചെയർമാന്റെ ഓഫീസിലൊക്കെ എത്തിയിട്ട് കോഡ് എഴുതിയിട്ടുണ്ടായിരുന്ന ബുക്ക് മോഷ്ടിച്ചതെല്ലാം തന്നെ സെക്രട്ടറി കണ്ടിട്ടുമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഇപ്പോൾ സെക്രട്ടറിയും ഓർക്കുന്നു. ചെയർമാൻ ചായും ഈടും കൂടി ചേർന്നിട്ട് ബിസിനസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഈ ഒരു സമയത്ത് അവർ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചാങ്സനെ കുറിച്ചാണ്. അതായത് ചാങ്സൺ എപ്പോഴും പണമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവനെ ഒരിക്കലും വിശ്വസിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന രീതിക്കാണ് ചെയർമാൻ ചാ പറയുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ തൽക്കാലത്തേക്ക് ചാങ്സനെ കുറിച്ച് പണമൊക്കെ കൊടുത്ത് അവനെ ഒഴിവാക്കാമെന്ന രീതിക്കാണ് ചെയർമാൻ ചായും സംസാരിക്കുന്നത്. സോജുവിന്റെ കുപ്പിയൊക്കെ വെച്ചിട്ടുള്ള ലോക്കറിന്റെ പാസ്കോഡ് ഞാൻ മറന്നു പോയിരിക്കുന്നു. എന്തായാലും ടോങ്ചു തിരിച്ചെത്തിയിട്ട് വേണം എനിക്ക് സോജു ഒക്കെ കുടിക്കുവാൻ. നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ മെയിൻ ലോക്കറിൽ നിന്നും പണമൊക്കെ എടുത്തിട്ട് ചാങ്സിന് കൊടുത്തേക്കുവാനായിട്ട് പറഞ്ഞിട്ട് ചെയർമാൻ ചായും ഇപ്പോൾ അതിന്റെ കോഡൊക്കെ അവന് കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ നേരത്തെ ഈടും കഷ്ടപ്പെട്ട് ബുക്കൊക്കെ കണ്ടുപിടിച്ചിട്ട് ആ ബുക്കിലുണ്ടായിരുന്ന പാസ്കോഡൊക്കെ ആയിരുന്നല്ലോ ലോക്കർ തുറക്കുവാനായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേ ബുക്കിലെ അതേ പാസ്കോഡ് തന്നെയാണ് ചെയർമാൻ ചായും അവന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് റോങ് ആയിട്ടുള്ള പാസ്കോഡാണെന്ന് മനസ്സിലാക്കുന്ന ഈടും ആകെ നിരാശപ്പെട്ടു പോകുന്നു. ഈഡു വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെളിയിലൂടെ ഒരാൾ നടന്നു പോകുമ്പോഴത്തേക്കും അത് ഡോങ്ചു ആണെന്നുള്ള ഒരു തോന്നലൊക്കെ അവനും ഉണ്ടാകുന്നു. പിന്നീട് അത് ഡോങ്ചു അല്ല എന്ന് അവനും തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അവന്റെ വൈഫ് അവിടെ എത്തിയതിനു ശേഷം ഉണ്ണാം ഡോങ്ചുവിനെ കാണുവാനായിട്ട് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ജാക്സൺ അവളെ കൈയോടെ പിടിച്ചു. അതുകൂടാതെ ഡോങ്ചുവും സ്യോനുവുമായിട്ട് കൂടുതൽ കമ്പനിയായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ സ്യോനുവും ഒരു ദിവസം നമ്മുടെ കമ്പനിയുടെ എല്ലാം തന്നെ അനന്തരാവകാശിയായിട്ടൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ മകനും എന്നേക്കുമായിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടുന്നതായിരിക്കും. എല്ലാ സത്യങ്ങളും അറിയാവുന്നത് ഡോങ്ചൂരാണ്. നമുക്ക് എന്തായാലും അവനെ കൊല്ലുവാനായിട്ട് സാധിക്കുകയില്ല. എങ്കിൽ പോലും ഡേസൺ ഗ്രൂപ്പിന്റെ പരിസരത്ത് പോലും വരാത്ത രീതിക്ക് അവനെ നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാക്കൂ എന്ന് ഇപ്പോൾ അവളും ഹസ്ബൻഡായിട്ടുള്ള ഈഡോന്റെ അടുത്തും പറയുന്നു. ഡോങ്ചോ ആക്സിഡന്റിന് ശേഷം രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് അവനെ ഒരാൾ വന്നിട്ട് സ്യോൻ ഹ്യൂൺ എന്നൊക്കെ വിളിക്കുന്നതായിട്ട് അവനൊന്ന് തോന്നുകയാണ്. അങ്ങനെ ഇരിക്കെ ആ ഒരു സ്വപ്നത്തിൽ നിന്നും അവൻ ഉണർന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഫിഷർമാനെയാണ് അവനും ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഡോങ്ചോം അവന്റെ അടുത്ത് വിശക്കുന്നു എന്ന് അറിയിക്കുന്നു. ചെയർമാൻ ചായുടെ ഓഫീസിലേക്ക് ചെയർമാൻ ചായുടെ രണ്ടാമത്തെ മകളായിട്ടുള്ള കുഹി എത്തിക്കുകയാണ്. അവളും പാസ്കോഡ് ബുക്കിനുള്ളിൽ ഉണ്ടോ എന്നൊക്കെ അറിയുവാനായിട്ട് അതൊക്കെ അന്വേഷിക്കുകയായിരുന്നു. പിന്നീട് ഒടുവിലായിട്ട് പേനയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റാൻഡിന്റെ അകത്ത് നിന്നും അവൾക്കും പാസ്കോഡ് എഴുതിയിട്ടുണ്ടായിരുന്ന പേപ്പർ കിട്ടുന്നു. ഈഡവും ചെയർമാൻ ചായനെ കാണുവാനായിട്ട് എത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ചെയർമാൻ ചാ ഒരുപാട് ആലോചിച്ചിട്ട് സോജു വെച്ചിട്ടുണ്ടായിരുന്ന ലോക്കറിന്റെ നമ്പറൊക്കെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ സോജു ഒക്കെ എടുത്ത് കുടിക്കുന്നുമുണ്ട്. പക്ഷേ നേരത്തെ ചെയർമാൻ ചാ നൽകിയിട്ടുണ്ടായിരുന്ന പാസ്കോഡ് അത് തെറ്റായിരുന്നു എന്ന കാര്യമെല്ലാം തന്നെ ഈഡും അയാളെ അറിയിച്ച് കഴിയുമ്പോഴത്തേക്കും നീ പറഞ്ഞത് നേരാണ്. ഞാൻ എടുത്തു തന്നിട്ടുണ്ടായിരുന്നത് പഴയ പാസ്കോഡാണ്. പുതിയ പാസ്കോഡ് ഞാനും ഡോൺചുനെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങൾ ഓർത്തെടുക്കുവാനായിട്ട് ചെയർമാൻ ചായും ശ്രമിക്കുന്നു. എന്തായാലും ഈഡോ അവിടെ നിന്നും പോയതിനു ശേഷം ചെയർമാൻ ചായും അവിടെ ഉണ്ടായിരുന്ന ഓരോരോ ബുക്കൊക്കെ മാറി മാറി നോക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു പേനയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റാൻഡിലാണ് പുതിയ കോഡ് വെച്ചിട്ടുണ്ടായിരുന്നെന്ന ഒരു ഓർമ്മയൊക്കെ ചെയർമാൻ ചായ്ക്ക് വരുന്നത്. പക്ഷെ ചെയർമാൻ ചാ അതെടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് നിന്നും പേപ്പർ ഒന്നും തന്നെ അയാൾക്കും കിട്ടുന്നില്ല. അതായത് പെൻ വെച്ച സ്റ്റാൻഡിൽ തന്നെ ആയിരുന്നു ചെയർമാൻ ചാ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആ പേപ്പറുമായിട്ടാണല്ലോ ഇളയ മകൾ പോയിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ചെയർമാൻ ചാ നോക്കിയിട്ട് പേപ്പർ കിട്ടാത്തത്. എന്തായാലും ചെയർമാൻ ചാ ഇഡുവിനെ കോൾ ചെയ്തതിന് ശേഷം ഒരു കാര്യം ചെയ്യാം, ഡോങ്ചു വെക്കേഷനൊക്കെ കഴിഞ്ഞു വരട്ടെ, അവന് വന്നതിന് ശേഷം പണമൊക്കെ നമുക്ക് കൊടുക്കാമെന്ന രീതിക്കാണ് ഈഡുവിന്റെ അടുത്തും സംസാരിക്കുന്നത്. ഇപ്പോൾ ഫിഷർമാന്റെ വീട് കാണിക്കുന്നു. അങ്ങനെ ഇരിക്കെ അയാളും ഡോങ്ചുന്റെ അടുത്ത് ക്ഷമ ചോദിക്കുകയാണ്. നീ മരിച്ചുപോയി കാണുമെന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ തന്നെ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാനായിട്ടൊക്കെ ഞാൻ നിൽക്കുകയായിരുന്നെങ്കിൽ പോലീസിന്റെ റഡാറിൽ ഞാൻ ഉറപ്പായിട്ടും പെടുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാനും നിന്നെ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളുടെ പേര് വോൺബേ എന്നാണ്. എല്ലാവരും തന്നെ അയാളെ ഇന്നാം എന്നാണ് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുന്നു. ഡോങ്ചും ഇപ്പോൾ അവന്റെ പേര് സ്യോൻഹുൺ എന്നാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല അവനും ശരിക്ക് ഒന്നും തന്നെ ഓർത്തെടുക്കുവാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. അവന്റെ ഓർമ്മയിൽ അവനൊരു കാർ ആക്സിഡന്റ് സംഭവിച്ചതായിട്ടാണ് അവൻ പറയുന്നത് പോലും. എങ്കിലും നിന്റെ ബോഡിയിൽ നിന്നും എനിക്ക് 2 ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ ഒരു ബുള്ളറ്റ് സഹിതമാണ് ഇന്ന് അവൻ കാണിച്ചു കൊടുക്കുന്നത്. അത് കൂടാതെ ഒരു കാർ ആക്സിഡന്റ് സംഭവിച്ചതായിട്ടൊന്നും തന്നെ എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഈ നാം പറഞ്ഞതിന് ശേഷം എവിടെ വെച്ചായിരുന്നോ ഡോങ്ചുവിനെ അയാൾ കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്ഥലത്തേക്കൊക്കെ അവനെയും അയാൾ കൂട്ടിക്കൊണ്ടു പോകുന്നു.
ഡോങ്ചും ഇന്നാമും കൂടി ചേർന്നിട്ട് ഇപ്പോൾ വീട്ടിലേക്കൊക്കെ നടന്നു പോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഒരു മഴയും പെയ്യുകയാണ്. അപ്പോഴായിരുന്നു ഡോങ്ചു വെള്ളത്തിലൊക്കെ മുങ്ങി താഴുവാനായിട്ട് പോയ സമയത്ത് അവനും എങ്ങനെയൊക്കെയോ നീന്തി കരയ്ക്ക് അടുത്തതും അതുപോലെ തന്നെ നടന്ന് ഈ ഒരു ഇന്നാമിന്റെ വീട്ടിലേക്ക് എത്തിയതിനെ കുറിച്ചും എല്ലാം തന്നെ ഡോങ്ചുവും ഓർത്തെടുക്കുന്നത്. അങ്ങനെ കുറച്ച് ഓർമ്മകൾ മാത്രമാണ് ഇപ്പോൾ അവന്റെ ഒപ്പം ഉള്ളതും. ഈഡു ചാങ്സിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല ചെയർമാൻ ചാ നൽകിയതാണെന്ന് പറഞ്ഞിട്ട് 2 ബോക്സ് നിറയെ പണവും കൊടുക്കുന്നു. പക്ഷെ ആ ഒരു പണമൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അത് ചെയർമാൻ ചായുടെ മെയിൻ ലോക്കറിൽ നിന്നുമുള്ള പണമല്ല എന്ന കാര്യം അപ്പോൾ തന്നെ ജാങ്സിന് മനസ്സിലാകുന്നുണ്ട്. അതായത് ചെയർമാൻ ചായയുടെ പണം എല്ലാം തന്നെ US ഡോളർ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈഡു കൊടുത്തത് കൊറിയൻ വോൺ ആണ്. അതുകൂടാതെ എല്ലാ തവണയും ഡോങ്ചു ഷർട്ടിന്റെ അടിയിൽ വെച്ച രീതിക്കാണ് പണമൊക്കെ കൊണ്ട് കൊടുക്കാറുള്ളത്. പക്ഷെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പണമാകട്ടെ ഫ്രൂട്ടിന്റെ ഒരു ബോക്സിലൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചെയർമാന്റെ മെയിൻ ആയിട്ടുള്ള ലോക്കറിൽ ഒരിക്കൽ പോലും ഈട് പോയിട്ടില്ല എന്ന സത്യം എല്ലാം തന്നെ ജാങ്സണും മനസ്സിലാക്കുന്നു. എന്നാണ് നീ ഡോങ്ചുവിനൊക്കെ പോലെ അവരുടെ കൂട്ടത്തിലെ ഒരാളായി മാറുക എന്ന് പോലും ജാങ്സണും ചോദിക്കുന്നുണ്ട്. എന്തായാലും ചെയർമാൻ ചായയുടെ അടുത്തുള്ള ദേഷ്യത്തിലൊക്കെ ആയിരുന്നു ജാങ്സൺ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചെയർമാൻ ചായയുടെ ഡേസൺ ഗ്രൂപ്പ് ഞാൻ മൊത്തത്തിൽ തലകീഴായിട്ടൊക്കെ വെക്കുവാനായിട്ട് പോവുകയാണെന്നുള്ള രീതിക്ക് അവനും സംസാരിക്കുന്നു. ഡോങ്ചുനെ കണ്ട സമയത്ത് ഡോങ്ചുന്റെ കയ്യിൽ ഈ ഒരു വാച്ച് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഡോങ്ചുന്റെ വാച്ച് ഇനാം തിരികെ കൊടുക്കുന്നു. മാത്രമല്ല ഡോങ്ചുന്റെ കയ്യിലുണ്ടായിരുന്ന ടാറ്റൂയില് YEN എന്ന രീതിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഇത് ഉണ്ണാമിന്റെ ഇനീഷ്യൽ ആണെങ്കിൽ പോലും ഈ ഒരു 3 ലെറ്റേഴ്സിന്റെ മീനിങ് എന്താണെന്നുള്ള രീതിക്കെല്ലാം തന്നെ ഇന്നാം ചോദിക്കുന്നുണ്ടെങ്കിലും അതെന്താണെന്ന് ഓർത്തെടുക്കുവാനായിട്ട് ഒന്നും തന്നെ ഡോങ്ചുനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അപകടം നടന്ന സമയത്തുണ്ടായിരുന്ന അവന്റെ സൂട്ടും ഇപ്പോൾ ഇന്നാം കൊടുക്കുന്നു. ആ ഒരു സൂട്ടില് ബുള്ളറ്റ്സ് ഒക്കെ കൊണ്ടതിന്റെ തുളയുണ്ടായിരുന്നു. അത് കൂടാതെ അവന്റെ കയ്യിൽ നിന്നും കിട്ടിയതാണെന്ന് പറഞ്ഞ് ബ്രേസ്ലെറ്റ് കൂടി ഡോങ്ചുന് ഇന്നാം കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കെ അവന്റെ ഫോണൊക്കെ വെള്ളത്തിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ സ്വന്തമായിട്ടൊന്ന് നന്നാക്കുവാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നീ എന്തായാലും വർക്ക് ആകുമെന്നൊന്ന് നോക്ക്. നീയും ഈ ഒരു ഫോണൊക്കെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിന്നെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചവർ നിന്നെ കോണ്ടാക്ട് ചെയ്തെന്നൊക്കെ ആയിരിക്കും. എന്തായാലും നീ സൂക്ഷിച്ച് അതൊക്കെ ഓൺ ചെയ്യെന്ന് പോലും ഇപ്പോൾ ഇന്നമ്മും പറയുകയാണ്. അങ്ങനെ ഇരിക്കെ ഡോങ്ചുവും ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുന്നു. അമ്മയും ഇപ്പോൾ ചോളിനെ കൂട്ടിക്കൊണ്ട് ഉണ്ണാമിന്റെ റൂമിലേക്ക് കടന്നു വരുന്നു. പക്ഷെ അവൾക്കും ചോളിന്റെ അടുത്ത് ഒന്നും തന്നെ സംസാരിക്കുവാനായിട്ടുണ്ടായിരുന്നില്ല. അവളും റൂമിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്ന അമ്മയുടെ അടുത്ത് പോയി സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അമ്മ പറയുന്നത്, ചോളിന്റെ ഒപ്പം നീ ഇപ്പോൾ പോകുവാനായിട്ട് തയ്യാറായില്ല എങ്കിൽ ചോളിനെ വിവാഹം കഴിച്ച സമയത്ത് നിനക്ക് ചെയർമാൻ ചാ കമ്പനിയുടെ കുറച്ച് ഷെയർസ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഷെയർസ് എല്ലാം തന്നെ ചെയർമാൻ ചായക്ക് തിരിച്ചു കൊടുക്കണമെന്ന രീതിക്കാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഉണ്ണാമിന് കൂടുതൽ ദേഷ്യമൊക്കെ തോന്നിയിട്ട് മുത്തശ്ശനോടും സംസാരിക്കുവാനായിട്ട് പോകുന്നു. ഡോങ്ചുന്റെ ഫോണിൽ നിന്നും പോയിട്ടുണ്ടായിരുന്ന കോൾസ് എല്ലാം തന്നെ ഉണ്ണാമിന്റെ നമ്പറിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു നമ്പറിലേക്കൊക്കെ ഡോങ്ചുവും കോൾ ചെയ്യുന്നു. പക്ഷേ റൂമിൽ ഉണ്ടായിരുന്നത് ചോളായിരുന്നു. അതുകൊണ്ട് തന്നെ റൂമിൽ 2 ഫോൺ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന അവനും ഇപ്പോൾ കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഫോണും എടുക്കുന്നു. പേരൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്ന ഡോങ്ചു എന്റെ പേര് സ്യോൻഹുൺ എന്നാണ്, ഞാനും ഇപ്പോൾ സംസാരിക്കുന്നത് ആരുടെ അടുത്താണെന്നൊക്കെ ചോളിന്റെ അടുത്തും ചോദിക്കുന്നു. പക്ഷേ ഡോങ്ചുന്റെ സൗണ്ട് ഒക്കെ കേട്ട് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്ന ചോളും ഡോങ്ചുന്റെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നു. ശരിക്കും ഈ ഫോൺ എടുത്ത ആരാണെന്ന് പോലും ഡോങ്ചുൻ അറിയിക്കയില്ലെങ്കിൽ പോലും അവരങ്ങനെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടയ്ക്ക് ഫോണും കേടായി സ്വിച്ച് ഓഫ് ആയി പോകുന്നു. ഉണ്ണാൻ ചെയർമാൻ ചൈന ചെന്ന് കണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തമ്മിൽ ഒരു ബിസിനസ് ഡീലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ബിസിനസ് ഡീലില് നീ ചോളിനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞാനും ഡേസൺ ഗ്രൂപ്പിന്റെ ഷെയർസ് ഒക്കെ നിനക്ക് നൽകാമെന്ന് പറഞ്ഞു. നീ ചോളിനെ വിവാഹം കഴിക്കുകയും ഡേസൺ ഗ്രൂപ്പിന്റെ ഷെയർസ് ഒക്കെ ഞാൻ നിനക്ക് നൽകുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ നിനക്ക് അവനെ വേണ്ട എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ ഒരു ഷെയർസ് എല്ലാം തന്നെ നീ തിരിച്ചു തരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഡോങ്ചു വേണോ അതോ ഡേസൺ ഗ്രൂപ്പിന്റെ ഷെയർസ് വേണോ എന്ന് നീ വേണം തീരുമാനിക്കുവാൻ. ഈ രണ്ടെണ്ണം ഒന്നിച്ച് നിനക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ നീ തിരഞ്ഞെടുക്കുവാനായിട്ട് പാടുള്ളൂ എന്ന് ചെയർമാൻ ചായും ഉണ്ണാമിനെ അറിയിക്കുന്നു. ചോളും ഉണ്ണാമിന്റെ ഫോൺ എടുത്തോണ്ട് പോയിട്ട് അവളുടെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. മാത്രല്ല ഇത് ഡോങ്ചുനെ അവൾ സാധാരണയായിട്ട് വിളിക്കാറുള്ള ഫോണാണ്. കുറച്ചു മുമ്പേ ഡോങ്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനും പേരൊക്കെ മാറ്റി സെങ്ഹുൺ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് ചോളും ഇപ്പോൾ അമ്മേനെ അറിയിക്കുന്നു. സെങ്ഹുൺ എന്ന ഒരു പേരൊക്കെ കേട്ട് കഴിയുമ്പോൾ തന്നെ സെക്രട്ടറിയും ആകെ മൊത്തത്തിൽ ഷോക്ഡ് ആകുന്നുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിലായിട്ട് ചെയർമാൻ ചായയുമായിട്ട് സംസാരിച്ചത് പ്രകാരം ഉണ്ണാമും തിരിച്ച് ചോളുടെ കൂടെ വീട്ടിലേക്ക് പോകാമെന്ന് സമ്മതിക്കുന്നു. ആ ഒരു സമയത്ത് ഉണ്ണാമിന്റെ ഫോൺ അമ്മയുടെ കയ്യിലിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നുമുണ്ട്. പക്ഷെ അമ്മയും ആ ഫോൺ തിരികെ ഉണ്ണാമിന് കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. കോസ്റ്റ് ഗാർഡ് ഡോങ്ചുനെ അന്വേഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഈഡുവിന് ഒരു എംപ്ലോയി അറിയിക്കുകയാണ്. ഡോങ്ചുന് കാർ അപകടം പറ്റിയെന്നൊക്കെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും രീതിക്കുള്ള കാർ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് അറിയുവാനായിട്ട് ഇന്നമും ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്നു. പക്ഷെ അവർക്ക് അതിൽ നിന്നും യാതൊരു വിധത്തിലുള്ള വിവരവും കിട്ടുന്നില്ല. ഈഡുവും ചെയർമാൻ ചായനെ കാണുവാനായിട്ട് എത്തിയിരിക്കുന്നു.
ഡോങ്ചുവും കോസ്റ്റ് ഗാർഡിന്റെ കയ്യിൽ നിന്നും ഒരു ഷിപ്പൊക്കെ എടുത്തിട്ടായിരുന്നു കടലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഷിപ്പ് തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ടും അവൻ തിരികെ കൊടുക്കാത്തത് കൊണ്ട് തന്നെ കോസ്റ്റ് ഗാർഡ് ഡോങ്ചുവിനെ അന്വേഷിക്കുന്നുണ്ടെന്നുള്ള ഒരു ഇൻഫോർമേഷൻ ഒക്കെ ഈഡുവും നൽകുന്നു. അപ്പോൾ ഡോങ്ചു മിസ്സിംഗ് ആയതാണോ? അങ്ങനെയാണെങ്കിൽ നീ എത്രയും വേഗം അവനെ കണ്ടെത്തുവാനായിട്ടുള്ള വഴികളൊക്കെ നോക്കുവാനായിട്ട് ചെയർമാൻ ചായും ഈഡുവിനെ ഏൽപ്പിക്കുന്നു. ഇന്നാമും ഡോങ്ചുയുടെ ഫോൺ ഒരു കടയിലൊക്കെ നന്നാക്കുവാനായിട്ട് കൊടുത്തതായിരുന്നു. അയാളും ഡോങ്ചുനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ഇന്നാമിന്റെ ബ്രദറാണ് ഡോങ്ചു എന്ന രീതിക്കാണ് അവനും സംസാരിക്കുന്നത്. കൂടാതെ ഇപ്പോൾ അവർക്ക് ഫോണും നന്നാക്കി കിട്ടിയിരിക്കുന്നു. ഉണ്ണാമിന്റെ അമ്മയും ഇപ്പോൾ ഉണ്ണാമിന്റെ ഫോൺ ഈഡുവിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അവൾ ഫോൺ കൊടുക്കുന്ന സമയത്ത് നേരത്തെ ഡോങ്ചു ചോളിനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ കുറച്ച് പ്രശ്നവും ഉണ്ടായി. എന്തായാലും ഒരു കാര്യം ചെയ്യുക, നീ അങ്ങോട്ട് ഡോങ്ചുനെ ഒന്ന് കോൾ ചെയ്യുക, എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് സംസാരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഉണ്ണാമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ എടുക്കുവാനായിട്ട് സാധിക്കുമല്ലോ എന്ന് അമ്മ പറയുമ്പോഴത്തേക്കും ഡോങ്ചു വിളിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ വിശ്വസിക്കാനായിട്ട് സാധിക്കാത്ത രീതിക്കായിരുന്നു ഈഡു ഇരുന്നിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ ഈഡു തിരികെ അതേ നമ്പറിലേക്ക് കോൾ ചെയ്യുമ്പോഴത്തേക്കും ഡോങ്ചു ഫോൺ എടുക്കുന്നു. പക്ഷെ ആരാണ് ഫോണിന്റെ അപ്പുറത്തുള്ളതെന്നൊന്നും തന്നെ ഡോങ്ചുവിന് അറിയിക്കില്ല. അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്ന ചോൾ തന്നെയായിരിക്കും ഇപ്പോഴും ഫോൺ എടുത്തിട്ടുണ്ടാവുക എന്നാണ്. എന്ത് തന്നെ ആയാലും നീ അല്ലായിരുന്നു എന്നെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഡോങ്ചു ഫോൺ വഴി ചോദിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് കേട്ടിട്ടുണ്ടായിരുന്ന ഈഡു മൊത്തത്തിലൊന്ന് ഞെട്ടുന്നു. നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാനും നിന്നെ തേടിയെത്തി നിന്നെ കൊല്ലുന്നതായിരിക്കും എന്ന് ഡോക്ടർ പറയുന്നതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ശരിക്കും ഈഡുവിന് അവൻ ജീവനോട് ഉണ്ടല്ലോ എന്നോർത്ത് സന്തോഷമായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈഡും കോൾ കട്ട് ചെയ്യുന്നു. എങ്കിൽ പോലും ഒന്നും കൂടി ഈഡുവിനെ വിളിക്കുവാനായിട്ട് ഡോക്ടർ ശ്രമിക്കുന്ന സമയത്ത് വീണ്ടും ഫോൺ കേടായി പോകുന്നു. എന്തായാലും ഡോങ്ചു ജീവനോടുള്ള കാര്യമെല്ലാം തന്നെ ഈഡുവും ചാങ്സിനെ അറിയിക്കുന്നു. അയാളും അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷിക്കുകയാണ്. എന്തായാലും ഡോങ്ചുവിനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ തന്നെ തന്റെ പണം എല്ലാം തന്നെ തനിക്ക് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ജാങ്സനുള്ളത്. ഒരു കാര്യം ചെയ്യ്, അവന്റെ ഫോണൊക്കെ ട്രാക്ക് ചെയ്യ്, എന്നിട്ട് അവൻ എവിടെയാ ഉള്ളതെന്ന് കണ്ടുപിടിക്കുക. കുഹോയും ഈടും കൂടി ചേർന്നിട്ട് അവനെ കൂട്ടിക്കൊണ്ടുപോവാ. അങ്ങനെ അവൻ വന്നതിന് ശേഷം എന്റെ സ്വിസ് അക്കൗണ്ടിന്റെ പാസ്വേഡ് ഒക്കെ മനസ്സിലാക്കിയതിനു ശേഷം എനിക്ക് അവനെയും കൊന്നുകളയേണ്ടതായിട്ടുണ്ട് എന്ന രീതിക്കാണ് ചാങ്സൺ സംസാരിക്കുന്നത്. മാത്രമല്ല അവർ ഉടനെ തന്നെ ഹെലികോപ്റ്റർ പോലും എടുത്ത് യാത്ര ചെയ്യാൻ തുടങ്ങുന്നു. ഇന്നാമും ഡോങ്ചുവും ഈടും ഷിപ്പൊക്കെ എടുത്തിട്ട് കടലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമോ എന്നായിരുന്നു അവർ 3 പേര് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ടോങ്ചുവിന് കാർ ആക്സിഡന്റ് സംഭവിച്ചു എന്നാണല്ലോ അവൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്ന മലയുടെ മുകളിലെ റോഡൊക്കെ ഇപ്പോൾ ഇന്നാമോ ഡോങ്ചുവിന് കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ അവിടെ ഒന്നും തന്നെ ഒരു ആക്സിഡന്റ് നടന്നതിന്റെ യാതൊരു വിധത്തിലുള്ള സൂചനയും കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡോങ്ചു ഉപേക്ഷിച്ചു പോയ ഷിപ്പിലെത്തിയിട്ട് അവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുന്നു. ഈ ഒരു സമയത്തായിരുന്നു ഇന്നാമിന്റെ ബോട്ട് ആ ഒരു ഷിപ്പിന്റെ അടുത്തോടെ പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഷിപ്പ് ഡോങ്ചു കാണുന്നുണ്ടെങ്കിൽ പോലും ആ ഷിപ്പ് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന ഇന്നാമിനെ തിരിച്ചറിയുവാനോ അവന് സാധിക്കുന്നില്ല. ജാങ്സന് പറഞ്ഞത് പ്രകാരം അഡ്മിനിസ്ട്രേറ്റർ എന്നൊരു വ്യക്തി ഡോങ്ചുവിനെ തിരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അവനെ ടോർച്ചർ ചെയ്യുവാനായിട്ട് ഒരു റൂമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. ഗുഹോയും ടീമും പല പല സ്ഥാപനങ്ങളിൽ ചെന്നിട്ട് ഡോങ്ചുയുടെ ഫോട്ടോ കാണിച്ച് ഇങ്ങനൊരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷിക്കുന്നതിനിടയ്ക്കായിരുന്നു കഫേയില് ഡോങ്ചുവും മറ്റൊരാളും കൂടി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു വിവരമൊക്കെ ഗുഹോനും കിട്ടുന്നത്. അതുകൂടാതെ നേരത്തെ അവർ ഫോണൊക്കെ നന്നാക്കിയ ഷോപ്പിൽ ഗുഹ അന്വേഷിക്കുന്നു. ഇന്നാമും ടോങ്ചുവും അടുത്ത റൗണ്ട് വരുന്ന സമയത്ത് ഷിപ്പിൽ നിന്നും ബോട്ടിലേക്ക് ഈഡുവും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴായിരുന്നു ബോട്ടിൽ വന്നിട്ടുണ്ടായിരുന്ന ഇന്നാമിനെയും ഡോങ്ചുവിനെയും ഈഡുവും ശ്രദ്ധിക്കുന്നത്. ഡോങ്ചുവിനെ കണ്ട ആ ഒരു ഷോക്കില് ഈഡുവും വെള്ളത്തിലേക്ക് വീഴുമ്പോഴത്തേക്കും അയാൾ വെള്ളത്തിൽ പോയെന്നൊക്കെ മനസ്സിലാക്കുന്ന ഡോങ്ചുവും പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് ചാടിയിട്ട് ഈഡുവിനെയും രക്ഷിക്കുന്നു. ഇപ്പോൾ ഈഡു ഉള്ളത് ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ഇരിക്കെ അവനെ ഡോങ്ചു രക്ഷിച്ചതിനെ കുറിച്ചെല്ലാം തന്നെ അവനും ഓർക്കുന്നു. ഡോങ്ചുയുടെ മുഖം തന്നെ ആയിരുന്നു അവൻ കണ്ടിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഇപ്പോൾ ഉറപ്പുവരുത്തുകയാണ്. അതേസമയം ഡോങ്ചു ഇപ്പോൾ ഉള്ളത് ഇന്നാമിന്റെ വീട്ടിലാണ്. പക്ഷെ അവനും പനിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. നേരത്തെ ഗുഹോയും ഉണ്ണാമിനെ പിടിച്ചോണ്ട് പോകാനായിട്ടൊക്കെ നോക്കിയ സമയത്ത് ഡോങ്ചു ഒരു കുട്ടിയുമായിട്ടൊക്കെ ബാസ്കറ്റ് ബോൾ കളിക്കുന്നത് അവന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ കുട്ടീനെ ചെന്ന് കണ്ടതിന് ശേഷം ഡോങ്ചുയുടെ ഫോട്ടോയൊക്കെ അവനും കാണിച്ചു കൊടുക്കുകയാണ് ഗുഹോയും. അതായത് ഡോങ്ചും ഇന്നാമും കൂടി ചേർന്നിട്ട് ബോട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കുട്ടിയും കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഡോങ്ചുന്റെ ഫോൺ വീണ്ടും കേടായതുകൊണ്ട് തന്നെ ഇന്നാമും ആ ഒരു ഫോൺ നന്നാക്കുവാനായിട്ട് കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിനു മുമ്പായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് നിന്റെ അനിയനെ അറിയാമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അറിയില്ല എന്ന കള്ളമൊക്കെ ആയിരുന്നു പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അയാളും ഇന്നാമിന്റെ അടുത്ത് ചോദിക്കുന്നു. ഡോങ്ചുനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചവർ ഡോങ്ചുനെ അന്വേഷിച്ച് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഇന്നാമും പെട്ടെന്ന് തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നു. അതുകൂടാതെ ഇപ്പോൾ ഗുഹോന്റെ ആൾക്കാരെല്ലാവരും തന്നെ ഇന്നാമിന്റെ വീട്ടിന് മുമ്പിലായിട്ട് തന്നെ നിൽപ്പുണ്ട്. ഗുഹ എത്തി കഴിയുമ്പോഴത്തേക്കും താടി വെച്ച ഒരാൾ അകത്തേക്ക് കയറി പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുവെന്ന്
അവരും ഗുഹയോട് പറയുന്നു. എന്ത് തന്നെ ആയാലും അവരെല്ലാവരും കൂടി ചേർന്നിട്ട് വീടിനകത്തേക്ക് കയറിയിട്ട് മൊത്തത്തിൽ അന്വേഷണമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒന്നും തന്നെ ആരെയും കണ്ടെത്തുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. പോരാത്തതിന് ഒരു ബാക്ക് ഡോർ ഒക്കെ അവരും കണ്ടെത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നാമും ഡോങ്ചും കൂടി ആ ബാക്ക് ഡോർ വഴി രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവുമെന്നൊക്കെ അവരും സംശയിക്കുന്നു. പക്ഷെ അവരും ആ ഒരു വഴിയിലൂടെയൊക്കെ ഇറങ്ങിപ്പോയതിനു ശേഷം ഒന്നാമും ഡോങ്ചിനെയും കൂട്ടിക്കൊണ്ട് ഒളിച്ചിരുന്ന ഇടത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. അതായത് അവർ വീടിന് വെളിയിലേക്ക് പോയെന്നൊക്കെ കുഹുനെയും ടീമിനെയും തെറ്റിദ്ധരിപ്പിക്കുക മാത്രമായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു സമയത്ത് അവർ രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. ഇന്നാമിന്റെ താടി ഫേക്ക് ആയിട്ടുള്ള ഒന്നായിരുന്നു. അവനും അതൊക്കെ ഇപ്പോൾ മാറ്റുന്നു. ഉണ്ണാമിന്റെ അമ്മ ചോളിന് വേണ്ടിയിട്ട് ഒരു സൂട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു സൂട്ട് മേടിക്കുവാനായിട്ട് ഉണ്ണാമും ചോളും കൂടി കടയിലെത്തിയതായിരുന്നു. അങ്ങനെ അവരും അവിടെ നിന്നും ഇറങ്ങുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന ഡോങ്ജുനെയും ഉണ്ണാം ശ്രദ്ധിക്കുന്നു. അതായത് ഡോങ്ചു അപകടപ്പെടുന്ന സമയത്ത് അവൻ ധരിച്ചിട്ടുണ്ടായിരുന്ന സൂട്ടുമായിട്ടാണ് ആ ഒരു കടയിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ അവനും ഈ ഒരു സൂട്ട് ആരുടേതാണെന്നൊക്കെ അന്വേഷിക്കുകയാണ്. പക്ഷെ കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ പുറത്തു പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് സ്റ്റാഫും ഡീറ്റെയിൽസ് പറയുവാനായിട്ട് മടിച്ചു നിൽക്കുന്നു. ഉണ്ണാമും ഡോങ്ചിന്റെ അടുത്ത് നിന്ന് അവന്റെ പേര് ഒന്ന് രണ്ട് തവണ വിളിക്കുന്നുണ്ടെങ്കിലും അവനെ ആയിരിക്കുകയില്ല വിളിക്കുന്നതെന്നുള്ള രീതിക്കായിരുന്നു അവനും നിന്നിട്ടുണ്ടായിരുന്നത്. പോരാതെ അവന് അവളെ തിരിച്ചറിയുവാൻ കൂടി സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.